സൈനിക ഇന്റലിജൻസ് സഹായങ്ങൾ റദ്ദാക്കിയതിനു പിന്നാലെ യുക്രൈൻ അഭയാർത്ഥികളെ നാടുകടത്താനുള്ള നീക്കവുമായി ട്രംപ്. ബൈഡൻ സർക്കാരിന്റെ കീഴിൽ നിയമപരമായി രാജ്യത്തെത്തിയ അഭയാർത്ഥികളുടെ താമസ അനുമതി പിൻവലിക്കാനാണ് നീക്കം. ഇതനുസരിച്ച് 2,40,000 യുക്രൈൻ അഭയാർത്ഥികളാകും നാടുകടത്തപ്പെടുക എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുക്രൈനിന് നേരെ റഷ്യൻ അധിനിവേശം ആരംഭിച്ച 2022 മുതലാണ് അമേരിക്ക യുക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ചു തുടങ്ങിയത്. വ്യക്തികൾക്കും സംഘടനകൾക്കും ഒരു യുക്രൈനിയൻ പൗരനെയോ കുടുംബത്തെയോ സ്പോൺസർ ചെയ്യാമെന്ന് മുൻ ജോ ബൈഡൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിലൂടെ അമേരിക്കയിൽ അഭയം പ്രാപിച്ച 2,40,000-ഓളം യുക്രൈനിയൻ അഭയാർത്ഥികളെ നാടുകടത്താനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നതെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ നടപടി ആരംഭിക്കുമെന്നാണ് സൂചന. അതേസമയം സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ വൈറ്റ് ഹൌസ് സംഘർഷവുമായി ഈ തീരുമാനത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും റോയിറ്റേഴ്സ് വ്യക്തമാക്കുന്നു. അധികാരത്തിലേറിയതിന് പിന്നാലെ ജനുവരി 20-ന് ട്രംപ് കുടിയേറ്റ നാടുകടത്തൽ ഉത്തരവ് ഒപ്പിട്ടിരുന്നു. ഇതുപ്രകാരം ബൈഡൻ സർക്കാരിന്റെ എല്ലാ അഭയാർത്ഥി പദ്ധതികളും റദ്ദാക്കപ്പെട്ടിരുന്നു. ട്രംപിന്റെ ഈ പദ്ധതിയിൽ യുക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികളും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.